ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കട്ടായി പോകുന്നുണ്ട് അല്ലെ, അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ജോയിൻ ചെയ്യേണ്ടി വന്നത്. അപ്പൊ നമ്മൾ കൺട്രോൾ പബ്ലിക് കമ്പനിയുടെ കേസിലൊക്കെ പറഞ്ഞു ഹു അപ്പോയിന്റ് ഓഡിറ്റർ എന്നുള്ളത്. ദെൻ വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് നമ്മൾ ഈസി ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. We know the starting of the establishment of sole trader type of organization, company form of organization are very easy അല്ലെ, നമ്മൾ പറയുന്നുണ്ട്. Likewise, we can see how the winding up of company take place. വൈൻഡിങ് അപ്പ്, കമ്പനി എങ്ങനെ പൂട്ടുന്നത്, കമ്പനി അല്ല ഈ പറയുന്ന ബിസിനസ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത്. അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓണർ. ഇത് ഓണർ തീരുമാനിക്കുക ചെയ്യുക ഒരു കമ്പനി ക്ലോസ് ചെയ്യണോ വേണ്ടി എന്നുള്ളത് ഓണർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് അറ്റ് വിൽ. അതേപോലെ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനും അറ്റ് വിൽ. വിൽ എന്ന് പറഞ്ഞാൽ ഓണർ ഇഷ്ടമാണ്, പാർട്ട്നേഴ്സിന്റെ ഇഷ്ടമാണ് കമ്പനി പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ക്ലോസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. ദെൻ ലെറ്റ്സ് സേ അതർ remaining three, that is private company, public company and a cooperative type of organizations are winding up only under the act. നമുക്ക് ഓർഡർ ഡയറക്ടേഴ്സിന് തോന്നുമ്പോ യെസ് നാളെ ഇത് വേണ്ട, നാളെ മുതൽ കമ്പനി വേണ്ട, കമ്പനി പൂട്ടാന്ന് കരുതിയാൽ അത് നടപ്പിലാവില്ല. അപ്പൊ അത് അണ്ടർ ദി ആക്ട് ലീഗലായിട്ട് എങ്ങനെയാണോ കമ്പനി തുടങ്ങിയത് അതേപോലെ തന്നെ ലീഗലായിട്ട് മാത്രമേ കമ്പനീന്റെ പെർഫോമൻസ് എൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. കമ്പനി വൈൻഡിങ് നടത്തണമെങ്കിലും അത് ലീഗൽ ഫോർമാലിറ്റീസ്, അതായത് നിങ്ങൾ എവിടെ ഏതെങ്കിലും സബ്ജക്ട് പഠിക്കുന്നുണ്ടാവും ലിക്വിഡേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പോയിന്റുകൾ വരുന്നുണ്ട്. അല്ലാതെ തോന്നുന്നത് പോലെ കമ്പനി പ്രൈവറ്റ്, പബ്ലിക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റിക്കൊന്നും അവരുടെ ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെങ്കിൽ സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനും അറ്റ് ദി വിൽ ഓഫ് ഓർ അറ്റ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് പാർട്ട്നേഴ്സ് ഓർ ഓണർ, they can close their business, they can wind up their business. But as in the case of companies and cooperative type of organization, they can wind up their business only as per act. ലീഗലായിട്ട് മാത്രമേ ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ പറയുന്ന 5 ബിസിനസിന്റെയും ഒരു കമ്പാരിറ്റീവ് ആയിട്ട് നമ്മൾ എല്ലാ പോയിന്റും കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ പറഞ്ഞത്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വരുന്നത്. ശരിക്കും ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ശരിക്കും നിങ്ങൾ ആ ടേബിൾ ഇപ്പം തന്ന ടേബിളിലുള്ള കാര്യങ്ങൾ തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ ആ ഒരു 5 ബിസിനസിന്റെ ഫീച്ചേഴ്സ് പറയാൻ വേണ്ടി പറ്റും. ക്രൈറ്റീരിയ ഫോർ ദി ചോയ്സ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറ്റ് ദി ടൈം ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, ബിസിനസിന്റെ നേച്ചർ നോക്കണം, ഏത് രീതിയിലുള്ള ബിസിനസ് ആണ് തുടങ്ങണ്ടേ എന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു ഇതിൽ എക്സാമ്പിൾ പറഞ്ഞത് ഒരു റീറ്റെയിൽ സിമെന്റ് ഷോപ്പ്, അല്ലെങ്കിൽ ഇതെവിടെ നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽ മില്ല്, നിങ്ങളിപ്പോ ഒരു ടെക്സ്റ്റൈൽ മില്ല് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ ഒരു ടൈലറിംഗ് ഷോപ്പ് തുടങ്ങുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ടെക്സ്റ്റൈൽ മില്ല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്, ലാർജ് ക്യാപിറ്റൽ വേണം, ലാൻഡ് വേണ്ടി വരും, അതിന് ഫാക്ടറി ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ ടെക്സ്റ്റൈൽ മില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ടൈലറിംഗ് ഷോപ്പ് അങ്ങനെയല്ല, നമുക്ക് ഒരു ചെറിയൊരു റൂമിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ടൈലറിംഗ് ഷോപ്പ് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മെയിൻ ആയിട്ട് കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് റിക്വിസിറ്റ്സ് ഓഫ് സ്റ്റാർട്ടിങ് ഫോമിങ് എ ബിസിനസ്, അതിൽ വരുന്ന പോയിന്റ് തന്നെയാണ് ഇത്. ഇപ്പൊ നേച്ചർ ഓഫ് ബിസിനസ് ഉണ്ട്, വോളിയം ഓഫ് ബിസിനസ് ഉണ്ട്, വോളിയം, ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മൾ ചെറിയ സ്മോൾ സ്കെയിലിൽ തുടങ്ങാം, നമ്മൾക്ക് ലാർജ് സ്കെയിലിൽ തുടങ്ങാം. സ്മോൾ സ്കെയിലിൽ തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ നോക്കണം. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ നമ്മൾ ചെറിയ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ബിസിനസ് നടത്തുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും സ്യൂട്ടബിൾ. ഇനി നമ്മുടെ അടുത്ത് ലാർജ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ലാർജ് സ്കെയിലിൽ ബിസിനസ് നടത്തുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളെ വോളിയം ഓഫ് ബിസിനസ് നോക്കണം. ദെൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഏരിയ. ഇപ്പൊ നമ്മളൊരു ചെറിയൊരു ഏരിയയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് സോൾ ട്രേഡർ ടൈപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾക്ക് ഇപ്പൊ കേരളത്തില് മുഴുവനും ബിസിനസ് നടത്തണം എന്നുള്ളത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. മനസ്സിലാവുന്നില്ലേ? ഇനി കൺട്രോൾ,
നമ്മളിപ്പോ കൺട്രോൾ നമ്മളെ കസ്റ്റഡിയിൽ തന്നെ, സൂപ്പർവിഷനും കൺട്രോളും എല്ലാം നമ്മളെ കസ്റ്റഡിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ, ഇനി രണ്ടാള് കൺട്രോൾ ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ നടത്തുന്നതായിരിക്കും നല്ലത്. ഇനി കൺട്രോൾ, ഇഫ് കൺട്രോൾ ഈസ് നോട്ട് എ മാറ്റർ, കൺട്രോൾ പ്രശ്നമല്ല, കൺട്രോൾ എങ്ങനെയായാലും പ്രശ്നമില്ല എന്ന് തോന്നുന്നവർക്ക് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ നടത്തുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. കൂടുതൽ കുറച്ച് ക്യാപിറ്റൽ, സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ പാർട്ട്ണർഷിപ്പ് നടത്താം. ഇനി ഹ്യൂജ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് വേണ്ടുന്ന ബിസിനസ് ആണെങ്കിൽ കമ്പനി നടത്തുന്നതായിരിക്കും നല്ലത്. ദെൻ റിസ്ക് ലയബിലിറ്റി, അല്ലെ റിസ്ക് കൂടുതൽ വരുന്നത് ഏതിനാ? റിസ്ക് കൂടുതലായിരിക്കും. ഒറ്റയ്ക്ക് ഒരാളെ ബിസിനസ് നടത്തുമ്പോൾ റിസ്ക് കൂടുതലായിരിക്കും. ഇഫ് എ പേഴ്സൺ വാണ്ട്സ് ടു ഷെയർ ഇസ് റിസ്ക് among some other person, then it is better to start a partnership form of organization. Then if we want to unlimited liability, if we ready to face unlimited liability, then it is better to start sole trader type of organization or partnership form of organization. അങ്ങനെ, അതായത് ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി മാത്രം വേണമെങ്കിൽ കമ്പനിയൊക്കെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതാണ് റിസ്ക് ആൻഡ് ലയബിലിറ്റി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ. ഗവൺമെന്റ് റെഗുലേഷൻ കുറഞ്ഞത് മാത്രം നോക്കിയാണെങ്കിൽ സോൾ ട്രേഡഡ് ടൈപ്പോ അല്ലെ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സോഷ്യൽ എന്റർപ്രൈസ് ഉണ്ട്. സോഷ്യൽ എന്റർപ്രൈസ് നമുക്ക് അതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത് കഴിയട്ടെ. ഇത്രയുണ്ട് എന്നുള്ളത് അറിയത്തില്ല, കുറച്ച് ബ്രീഫ് ആയിട്ട് പറയാം. ദെൻ സോഷ്യൽ എന്റർപ്രൈസ് ഉണ്ട്. നമുക്ക് ഒത്തിരി സോഷ്യൽ എന്റർപ്രൈസ് കാണാൻ വേണ്ടി പറ്റും. അതായത് സൊസൈറ്റീന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സോഷ്യൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. These are established for the development of society. സൊസൈറ്റിയുടെ സോഷ്യൽ എന്റർപ്രൈസ് എന്ന് തന്നെ പേര് വരുന്നത്. So we can say that such type of organizations are established for the development of society. സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, അൺഎംപ്ലോയ്മെന്റ് എന്താ പറയാ റിമൂവ് ചെയ്യുക, വിമൻ എംപവർമെന്റ്, പോവേർട്ടി ഇറാഡിക്കേഷൻ, അങ്ങനെയുള്ള അല്ലെ നമ്മുടെ കൺട്രീന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്താ പറയാ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ബിസിനസ് ഉണ്ട്, ചില എന്റർപ്രൈസ് ഉണ്ട്. അതിനെയാണ് സോഷ്യൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് പോളിസി 2015 നമ്മളെ മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിൽ സോഷ്യൽ എന്റർപ്രൈസ് എന്താന്നുള്ള ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണമെന്നില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് അക്കോർഡിംഗ് ടു നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് പോളിസി 2015 ഇത് സോഷ്യൽ എന്റർപ്രൈസസിന്റെ ഒരു മീനിങ് ആണ്. ദ മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സോഷ്യൽ എന്റർപ്രൈസസ് ഹാവ് emerged as important business instrument to address the issue of poverty. ഞാൻ പറഞ്ഞില്ലേ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലം ഉണ്ട്, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ സോഷ്യൽ എന്റർപ്രൈസസ്. ഇഷ്യൂ ഓഫ് പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇന്നിക്വിറ്റി ഇൻ സൊസൈറ്റി, അതൊക്കെ എന്താ പറയാ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്റർപ്രൈസ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ആയിരിക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനെയാണ് എന്താ പറയാ സോഷ്യൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് സോഷ്യൽ എന്റർപ്രൈസിന്റെ പ്രോഫിറ്റ് ഒന്നല്ല, മെയിൻ ആയിട്ടുള്ള എയിം എന്തായിരിക്കും സോഷ്യൽ എന്റർപ്രൈസ്. വാട്ട് ഇസ് ദ പ്രൈമറി എയിം ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസ്? പ്ലീസ് മ്യൂട്ട്. പ്ലീസ് മ്യൂട്ട്. ആരൊക്കെയോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യൽ എന്റർപ്രൈസിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരുപാട് നമ്മൾക്ക് പരിചയമുള്ള കുറെ ഫോം ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു, അതിലെ ഒന്ന് തന്നെയാണ് സോഷ്യൽ എന്റർപ്രൈസ്. അപ്പൊ ഇത് മെയിൻ ആയിട്ടും എന്താണ് ഇതിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത റീസൺ എന്തായിരിക്കും? ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി അല്ലെ, നമ്മളെ പ്രോഫിറ്റ്, സോഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, സൊസൈറ്റീന്റെ ഡെവലപ്മെന്റ്, നമ്മളെ കൺട്രീന്റെ ഡെവലപ്മെന്റ്, പിന്നെ പോവേർട്ടി ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് വിമൺ എംപവർമെന്റ്, അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മളെ കൺട്രി ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലം ഉണ്ട്, നമ്മളെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ചില സോഷ്യൽ ചാലഞ്ചസ് ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബോത്ത് ടുഗദർ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാം ഒരുമിച്ച് അങ്ങനെ തുടങ്ങുന്ന എന്റർപ്രൈസിനെയാണ് എന്താ പറയുക സോഷ്യൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത്.
നോക്കാം ബാക്കി. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇതില് പെടൂല്ലേ? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇതിൽ പെടും. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പറയുന്ന അതിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ എയിം സോഷ്യൽ ഡെവലപ്പ്, അതിൽ മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റ് അല്ലേ വരുന്നത്. കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റ് അല്ലേ വരുക, പറഞ്ഞു വന്നത് അല്ലെ? ആരോ എന്നോട് ഒരാൾ ഡൗട്ട് ചോദിച്ചോ, അവരോടാണ് ചോദിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് മെമ്പേഴ്സ് അല്ലേ? പക്ഷെ ഈ പറയുന്ന സോഷ്യൽ എന്റർപ്രൈസസിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് സൊസൈറ്റി, എൻറ്റയർ സൊസൈറ്റി, ഹോൾ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, നമ്മൾക്ക് അതിലൊരു ചെറിയ പാർട്ട് മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റി പറയാൻ പറ്റത്തുള്ളൂ. കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ എയിം സോഷ്യൽ ഡെവലപ്മെന്റ് ഒന്നും അല്ല, എൻറ്റയർ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് വരുന്നില്ല, മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇത് വേറെ തന്നെയുള്ള ഓർഗനൈസേഷൻ ആണെന്ന് പറയാം. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ എന്റർപ്രൈസ് ആണ് പറഞ്ഞത്. അപ്പൊ സോഷ്യൽ എന്റർപ്രൈസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. സോഷ്യൽ എന്റർപ്രൈസസ് ഹാവ് എമേർജ്ഡ് ആസ് ഇമ്പോർട്ടന്റ് ബിസിനസ് ഇൻസ്ട്രുമെന്റ്. പിന്നെ അതേപോലെ തന്നെ ദീസ് എന്റർപ്രൈസസ് ഹാവ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ അഡ്രസ്സിംഗ് ദി ഇഷ്യൂ റിലേറ്റഡ് ടു പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വിറ്റി. അപ്പൊ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വിറ്റി, അതൊക്കെ എന്താ പറയാ, അങ്ങനെയുള്ള ഇഷ്യൂസ്, റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ എന്റർപ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദേ ആർ കമ്മിറ്റഡ് ടു ദി സോഷ്യലി ഓറിയന്റഡ് ബിസിനസ് ഇന്നോവേഷൻ. സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോഷ്യൽ ഇന്നോവേഷൻസ് മേ ബി യൂസ്ഡ് ടു എക്സ്പ്ലോർ ആൻസർ ആസ് ദി സോഷ്യൽ പ്രോബ്ലം. ഇതിൽ സൊസൈറ്റിയിലുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. മെയിൻ ആയിട്ടും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുക. ഈ പറയുന്ന അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി, ഇൻഇക്വിറ്റി അതൊക്കെ കുറക്കുക. അതൊക്കെ ആ ഒരു എയിമോട് കൂടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന ഒരു സോഷ്യൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. Social enterprise primarily perform the social activities. Therefore, the society may get an opportunity to interact with the social enterprise. They become active participants. അപ്പോൾ സോഷ്യൽ എന്റർപ്രൈസ് സൊസൈറ്റി, ഇപ്പൊ സൊസൈറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള, ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള എന്റർപ്രൈസുകൾ വേണ്ടുന്ന നടപടികൾ എടുക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു സോഷ്യൽ എന്റർപ്രൈസിന്റെ ഒരു മീനിങ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതില് നമ്മള് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ എന്റർപ്രൈസുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതൊരു ബ്രിട്ടീഷ് കൗൺസിൽ സർവേയിൽ നടത്തിയ സ്റ്റേറ്റ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള സോഷ്യൽ എന്റർപ്രൈസിന്റെ ഒരു സ്റ്റഡിയാണ്. അതിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ 62% സക്സസ് ആയിട്ടുണ്ട്. ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി 62. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് 41% ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ്, പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന 40%. അഡ്രസ്സിംഗ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മറ്റു പ്രോബ്ലങ്ങൾ ക്ലിയർ ചെയ്യുന്നതിൽ 40%. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിൽ 36%. എംപവറിംഗ് വുമൺ 33, വിമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് 33%. എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന 32. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന 31%. പിന്നെ സപ്പോർട്ടിങ് അതർ ഓർഗനൈസേഷൻ, സപ്പോർട്ട് എന്താ പറയാ, ഈ പറയുന്ന വീക്കർ സെക്ഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ 20. ഇതൊരു സ്റ്റഡിയാണ് കേട്ടോ, ജസ്റ്റ് അതിന്റെ ഫിഗേഴ്സ് തന്നേ ഉള്ളൂ. അപ്പൊ സൊസൈറ്റീന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് വിമൻ എംപവർമെന്റ്, കൂടുതൽ വിമൻസിന് എന്താ പറയാ അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്യുന്ന ഇതാണ് എന്താ പറയാ നമ്മൾ ഈ സോഷ്യൽ എന്റർപ്രൈസിൽ വരുന്നത്. മെയിൻ ആയിട്ടും പ്രോഫിറ്റ് ഒന്നുമല്ല, സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സോഷ്യൽ എന്റർപ്രൈസ്. അതൊരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ പബ്ലിക് എന്റർപ്രൈസ് ഉണ്ട്. പബ്ലിക് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാല് പബ്ലിക് പറയുന്നതും കമ്പനി ഉണ്ട്. പബ്ലിക് എന്റർപ്രൈസ് നിങ്ങൾക്ക് ഇതിൽ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പബ്ലിക് എന്റർപ്രൈസിനെ മെയിൻ ആയിട്ട് ഇവിടെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ഉണ്ട്, പബ്ലിക് കോർപ്പറേഷൻ ഉണ്ട്, ഗവൺമെന്റ് കമ്പനി ഉണ്ട്. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓരോന്നും തമ്മിൽ. അപ്പൊ പബ്ലിക് എന്റർപ്രൈസ് എന്താന്നുള്ളത് നമുക്ക് മീനിങ് നോക്കാം. പബ്ലിക് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാ പബ്ലിക് എന്റർപ്രൈസിന്റെ ഇത് കണ്ടില്ലേ. പബ്ലിക് എന്റർപ്രൈസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 3: departmental organization, statutory or public corporation, then government company.
These are the classification. Then what is public enterprise? Public enterprise ന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാല് അത് നമുക്ക് മീനിങ് നോക്കാം. പബ്ലിക് എന്റർപ്രൈസ് എന്താന്നുള്ളത്. എ ബിസിനസ് എൻറ്റിറ്റി റെഫേഴ്സ് പബ്ലിക് എന്റർപ്രൈസ് as a business entity refers to any industrial or commercial undertaking which is owned and managed by central. ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ്, നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ളത്. ആൻഡ് ഓഫ് വിച്ച് ദി ഔട്ട്പുട്ട് ഈസ് മാർക്കറ്റഡ്, ദാറ്റ് ഈസ് നോട്ട് സപ്ലൈഡ് ഫ്രീ. പക്ഷെങ്കിൽ ഇവര് നമ്മുടെ ഗവൺമെന്റ് ആണ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, പക്ഷെ ഫ്രീ ആയിട്ടല്ല കേട്ടോ കൊടുക്കുക. ഫ്രീ ആയിട്ടല്ല, ഇവരെ ഔട്ട്പുട്ട് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, ക്യാഷിന് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് മാർക്കറ്റഡ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് മാർക്കറ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് സപ്ലൈഡ് ഫ്രീ. അപ്പൊ മാർക്കറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സപ്ലൈഡ് ഫ്രീ എന്നല്ല ഉദ്ദേശിക്കേണ്ടത്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നല്ല ഉദ്ദേശിക്കേണ്ടത്, ചെറിയ പ്രൈസിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പബ്ലിക് എന്റർപ്രൈസിന്റെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ ലിമിറ്റഡ്. കണ്ടില്ലേ, ഇതെല്ലാം നമ്മളെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടർ, ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷൻ ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപന പബ്ലിക് എന്റർപ്രൈസുകളാണ്. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾ, ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ്. നമ്മളെ കേരളത്തിൽ തന്നെ ഒത്തിരി കമ്പനികളുണ്ട്. കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കുറെ എന്റർപ്രൈസ് ഉണ്ട്. അപ്പൊ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ KMML, നിങ്ങളെ ന്യൂസ് കണ്ടോ? KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ചവറ അല്ലെ? അവര് നമ്മളെ ഓക്സിജൻ എന്താ പറയാ, ഇപ്പം പുതിയ രീതിയിലുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യാന്നുള്ള ഒരു നമ്മളെ കേരള ഗവൺമെന്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുന്നുണ്ട്. അത് നമ്മളെ കേരളത്തിലുള്ള ഒരു പബ്ലിക് കമ്പനിയാണ്. അപ്പൊ പൈസ വെറുതെ അല്ല, ഫ്രീ ആയിട്ടല്ല അവര് ഈ പറയുന്ന ഏത് പബ്ലിക് എന്റർപ്രൈസ് ആയാലും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അവര് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, പൈസക്ക് തന്നെയാണ്. അപ്പൊ അതെല്ലാം മെയിൻ ആയിട്ട് ഓർമ്മിക്കണം. അപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെ ചില സ്കീമുകളുണ്ട്. സ്കീം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാരത്ന, നവരത്ന, മിനി രത്ന എന്നെല്ലാം പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ചില സ്കീമുകളുണ്ട്. അപ്പൊ മഹാരത്ന എന്ന് പറയുമ്പോൾ അതിൽ കുറെ കമ്പനികളാണ് വരുന്നത് കേട്ടോ, പബ്ലിക് കമ്പനികളാണ് വരുന്നത്. ഭാരത് ഹെവിയിൽ ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് പേര് നോക്കി പോകാം. മഹാരത്ന എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. സൊസൈറ്റീന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ചില പബ്ലിക് കമ്പനികളാണ്. ഇവിടെ 8 കമ്പനികളാണ് മെയിൻ ആയിട്ടും വരുന്നത്. കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, പിന്നെ അതേപോലെ ഇത് ബെല്ല് കേട്ടിട്ടുണ്ടോ? BHEL, ബെൽ. ഗെയിൽ ഇന്ത്യ, ഗെയിലിന്റെ പദ്ധതികളെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം വരുന്നുണ്ട് അല്ലെ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, NTPC ലിമിറ്റഡ്. NTPC എന്ന് പറഞ്ഞാല് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് NTPC. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അങ്ങനെ ഈ 8ഓളം കമ്പനികളാണ് മഹാരത്ന സ്കീമിൽ വരുന്നത്. അതേപോലെ നവരത്ന ഇത് റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് 2010 സെൻട്രൽ ഗവൺമെന്റ് ഡെവലപ്ഡ് മഹാരത്ന സ്കീം. ഇതെല്ലാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതിൽ കുറെ കമ്പനികളാണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. നമ്മുടെ സൊസൈറ്റീന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമ്പനികളാണ്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കമ്പനികളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ നവരത്ന സ്കീം ഉണ്ട്. നവരത്ന സ്കീം കുറച്ചും കൂടി ഓൾഡർ ആണ്. 1997 ഡെവലപ്പ് ചെയ്തത്. അതിലും കുറച്ച് കമ്പനികൾ തന്നെ വരുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് ആൻഡ് 10 others. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല പല സ്കീമാണ്. ആ സ്കീമിൽ ഓരോ രീതിയിലുള്ള കമ്പനികൾ. പിന്നെ മിനി രത്ന സ്കീം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമ്പനികൾ വരുന്നുണ്ട്. ഇതിൽ പേര് കൊടുക്കാതെയും കുറെ കമ്പനികളുണ്ട്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ 3 സ്കീമാണ് നവരത്നിയും, അതേപോലെ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, നവരത്ന, മഹാരത്ന, അതേപോലെ തന്നെ മിനി രത്ന സ്കീമുകൾ. അപ്പൊ ഇത് സൊസൈറ്റീന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. പിന്നെ ഇവിടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ പെർഫോമൻസ് പറയുന്നു. അന്ന് നമ്മൾ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എന്തൊക്കെയാണ് ആ പെർഫോമൻസ് എന്നുള്ളത്. പിന്നെ പബ്ലിക് എന്റർപ്രൈസും പ്രൈവറ്റ് എന്റർപ്രൈസും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് എന്റർപ്രൈസും പ്രൈവറ്റ് എന്റർപ്രൈസും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ? പബ്ലിക് എന്റർപ്രൈസും പ്രൈവറ്റ് എന്റർപ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? എന്താണ് പ്രൈവറ്റും പബ്ലിക്കും തമ്മിലുള്ള വ്യത്യാസം? ആരെങ്കിലും ഒരു ഡിഫറൻസ് പറയൂ. പറഞ്ഞത് വെച്ചിട്ട് എന്താ മനസ്സിലായേ? പബ്ലിക് എന്റർപ്രൈസും പ്രൈവറ്റ് എന്റർപ്രൈസും തമ്മിലുള്ള ഏതെങ്കിലും ഒരു ഡിഫറൻസ്.
പബ്ലിക് കമ്പനി ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന യെസ് ഗവൺമെന്റ് കമ്പനീസ് ആയിരിക്കും. യെസ് അതെ. പ്രൈവറ്റ് പ്രൈവറ്റോ? പ്രൈവറ്റ് ഫുള്ളി പ്രൈവറ്റഡ് കമ്പനീസ് ആയിരിക്കും അല്ലേ? പ്രൈവറ്റ് കമ്പനീസ് ഗവൺമെന്റ് ആയിരിക്കും. കൺട്രോൾ ഉണ്ടെങ്കിലും അതായത് ഗവൺമെന്റിന്റെ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി കമ്പനീസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എയ്തർ ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ ഗവൺമെന്റ് ഓർ ജോയിന്റ്ലി ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ദാറ്റ് ഈസ് പബ്ലിക് കമ്പനി. ഗവൺമെന്റ്, സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെന്റ്, അതേപോലെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുമിച്ച് അങ്ങനെയുള്ള കമ്പനികളാണ് പബ്ലിക് കമ്പനിയിൽ വരുന്നത്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൈവറ്റ് പേഴ്സൺസ് കൂടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്പനികളാണ് പ്രൈവറ്റ് കമ്പനിയിൽ വരുന്നത്. ദെൻ പ്രൈവറ്റ് കമ്പനി പറയുമ്പം വേറൊരു രീതിയിൽ പറയാം, പ്രൈവറ്റ് കമ്പനി കാൺ പ്രൊക്യൂർ ഇറ്റ്സ് ക്യാപിറ്റൽ ത്രൂ ദി ഇഷ്യൂ ഷെയർസ് ടു ദി പബ്ലിക്. ഒരിക്കലും പ്രൈവറ്റ് കമ്പനികൾക്ക് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ക്യാപിറ്റൽ ഇല്ലേ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിന്റെ അടുത്ത് ക്യാപിറ്റൽ പ്രൊക്യൂർ ചെയ്യാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പ്രൈവറ്റ് കമ്പനികൾക്ക് അവൈലബിൾ അല്ല. അവർക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ അവർ തന്നെ കണ്ടെത്തണം. ഒന്നുകിൽ അവര് ഫ്രണ്ട്സുകളെല്ലാം കൂടി അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കേണ്ടി വരും. അല്ലാതെ ജനറൽ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ക്യാപിറ്റൽ പ്രൊക്യൂർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ പബ്ലിക് കമ്പനികൾക്ക് അങ്ങനെയല്ല. പബ്ലിക് കമ്പനിയുടെ ഷെയർ ആവശ്യമുള്ള എമൗണ്ട് പ്രൊക്യൂർമെന്റ് നടത്തുന്നത്, ക്യാപിറ്റൽ പ്രൊക്യൂർമെന്റ് നടത്തുന്നത് ത്രൂ ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് അങ്ങനെയാണ് ആവശ്യമുള്ള ക്യാപിറ്റൽ കണ്ടെത്തുന്നത്. പിന്നെ പ്രൈവറ്റ് കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള എയിം പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ പബ്ലിക് കമ്പനി നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള എയിം പ്രോഫിറ്റ് അല്ല വരുന്നത്. നമ്മളെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ്, സോഷ്യൽ എന്താ പറയാ വെൽഫെയർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ്, അതാണ് പബ്ലിക് കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള എയിം വരുന്നത്. ദെൻ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ അവർ ഗവൺമെന്റിനോടൊന്നും അക്കൗണ്ടബിൾ അല്ല. കാരണം കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടി നടത്തുന്ന ബിസിനസ് ആണ്, അവിടെ അക്കൗണ്ടബിലിറ്റി ഒന്നും തന്നെ ഇല്ല. പക്ഷെ പബ്ലിക് കമ്പനിയുടെ കേസിൽ അക്കൗണ്ടബിൾ ആണ് പബ്ലിക്കിനോട്, ഗവൺമെന്റിനോട്. കാരണം പബ്ലിക്കിന്റെ പൈസ കൊണ്ടാണ് ബിസിനസ് നടത്തുന്നത്, കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇയർ എൻഡിൽ പബ്ലിഷ് ചെയ്യണം, ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യണം. പിന്നെ കൂടുതലായിട്ട് കൺട്രോൾ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ കൺട്രോൾ കൂടുതൽ വരും പബ്ലിക് എന്റർപ്രൈസിന്. പ്രൈവറ്റ് എന്റർപ്രൈസിന് കൺട്രോൾ ഇല്ലാന്നില്ല, പക്ഷെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും പബ്ലിക് എന്റർപ്രൈസും പ്രൈവറ്റ് എന്റർപ്രൈസും തമ്മിലുള്ള ഡിഫറൻസിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പബ്ലിക് എന്റർപ്രൈസിന്റെ ഫീച്ചേഴ്സ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫീച്ചേഴ്സ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെന്റ്. പിന്നെ അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇതാക്കണ്ടില്ലേ, ഹോൾ ഓർ മേജർ പാർട്ട് ഓഫ് ദി ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി പബ്ലിക് എന്റർപ്രൈസ് ഈസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. അതായത് പബ്ലിക് എന്റർപ്രൈസിൽ ക്യാപിറ്റൽ പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടൊക്കെയാണ് അവർ കളക്ട് ചെയ്യുന്നത്. പബ്ലിക് എന്റർപ്രൈസ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ആസ് എ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ഓർ ആസ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ ആസ് എ ഗവൺമെന്റ് കമ്പനി. അപ്പൊ നമ്മൾ പബ്ലിക് എന്റർപ്രൈസ് തുടങ്ങി വരുന്നതേ ഉള്ളൂ. പബ്ലിക് എന്റർപ്രൈസിന് നമ്മൾക്ക് എടുക്കണത്രേ. കാരണം 3 ടൈപ്പ് ഓഫ് പബ്ലിക് എന്റർപ്രൈസ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ് പഠിക്കാനുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഉണ്ട്, ഗവൺമെന്റ് കമ്പനി ഉണ്ട്. പബ്ലിക് എന്റർപ്രൈസിന് 3 നമ്മൾ നേരത്തെ ഒരു ടേബിൾ കാണിച്ചു തന്നു. പബ്ലിക് എന്റർപ്രൈസ് ആർ ഡിവൈഡഡ് ഇൻടു 3: ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കമ്പനി, ഗവൺമെന്റ് കമ്പനി. ഇങ്ങനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ഗവേൺഡ് ബൈ പബ്ലിക് പോളിസീസ് ലേ ഡൗൺ ബൈ ദി ഗവൺമെന്റ്. അപ്പൊ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ഗവൺമെന്റ് ഫ്രെയിം ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ദർ ഒബ്ജക്റ്റീവ്സ് ആർ ലേ ഡൗൺ ഇൻ ദി കൺഫോമിറ്റി വിത്ത് ദി ഡെവലപ്മെന്റ് പ്ലാൻ. അപ്പൊ ഇതുവരെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല എന്ന് പറഞ്ഞു, സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന ഡെവലപ്മെന്റ് പ്ലാന് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പബ്ലിക് എന്റർപ്രൈസിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഇതെല്ലാം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒബ്ജക്റ്റീവ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇക്കണോമിക് ഡെവലപ്മെന്റ്, ചാനലൈസ് റിസോഴ്സസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ ഫോർ ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് ഡെവലപ്മെന്റും ഇക്കണോമിക് ഗ്രോത്തും, അതേപോലെ തന്നെ വെൽഫെയർ, പബ്ലിക്കിന്റെ വെൽഫെയർ. നമ്മൾ പറഞ്ഞില്ലേ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പബ്ലിക് വെൽഫെയറും റീജിയണൽ ഡെവലപ്മെന്റ് അല്ലെ, കൺട്രീന്റെ ഡെവലപ്മെന്റ്, അതേപോലെ മൊണോപ്പൊളി പ്രിവെന്റ് ചെയ്യാം. മൊണോപ്പൊളി പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൊണോപ്പൊളി നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഏതെങ്കിലും ഒരു കേസിൽ കുത്തക വെക്കുക, അതായത് ഇപ്പം എന്താ പറയാ, ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് ഇപ്പൊ ഈ കോവിഡിന്റെ ഈ ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ന്യൂസിലെല്ലാം കണ്ടു. അതായത് പൂഴ്ത്തിവെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രോഡക്റ്റ് ഗുഡ്സിന്റെ കേസിൽ പൂഴ്ത്തിവെപ്പ്, മായം ചേർക്കലെല്ലാം ഉണ്ടെങ്കിൽ നടപടികള്, ശക്തമായ നടപടികൾ എടുക്കുന്നുള്ള നമ്മളെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായി. അതേപോലെ മൊണോപ്പൊളി അങ്ങനെയുള്ള മൊണോപ്പൊളി എല്ലാം അൺഫെയർ ട്രേഡ് പ്രാക്ടീസാ.
മൊണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം തടയുക, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ പബ്ലിക് കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവിൽ വരുന്നത്. പിന്നെ ടു കൺട്രോൾ ദി പ്രൈസ് ഓഫ് ഇസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ്. ഇപ്പൊ നമ്മൾ റേഷൻ ഷോപ്പ് അല്ലെ, നമ്മളിപ്പോ റേഷൻ ഷോപ്പിൽ ഇപ്പൊ നമ്മൾ റേഷൻ വാങ്ങാതെ ആരും ഉണ്ടാവില്ല. പണ്ടൊക്കെ ഒരു 2 വർഷം മുന്നേയുള്ള റേഷൻ ഷോപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ കുറവായിരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാ കുടുംബത്തിലും എല്ലാ ആൾക്കാരും റേഷൻ വാങ്ങാനും എല്ലാം പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഇസെൻഷ്യൽ കമ്മോഡിറ്റിയാ. റേഷൻ എന്നെല്ലാം പറയുന്നത് എല്ലാവർക്കും കിട്ടേണ്ട കമ്മോഡിറ്റി. അപ്പൊ നിങ്ങൾ നോക്കൂ, റേഷന്റെ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് സെക്ടർ ഒന്നും തന്നെ ഇല്ല, എല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പം അതൊരു പബ്ലിക് എന്റർപ്രൈസിന്റെ ഒരു എക്സാമ്പിളാ. അപ്പൊ ടു കൺട്രോൾ ദി പ്രൈസസ് ഓഫ് ഇസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് ഇൻ ദി മാർക്കറ്റ് ടു പ്രിവെന്റ് പബ്ലിക് ഹാർഡ്ഷിപ്പ്. അപ്പൊ ഇസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൊബിലൈസ് പബ്ലിക് സേവിങ്സ് ത്രൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് പബ്ലിക് കമ്പനി. പബ്ലിക്കിന്റെ ചെറിയ ചെറിയ എമൗണ്ട് ആണ് പബ്ലിക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക്കിന്റെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു, എല്ലാം കൂടി എന്താ പറയുക സേവ് ചെയ്ത് അവർക്ക് ഒരു ചെറിയ റിട്ടേണും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ വരുമ്പം ഇന്ത്യയിലുള്ള ആൾക്കാർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഈ പറയുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഇതിലെവിടെയും പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു എയിം വന്നിട്ടില്ല, എല്ലാം സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് നമ്മൾ പബ്ലിക് എന്റർപ്രൈസിനെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കാലോ, 3 എന്താന്നുള്ളത്. അതാ ഒന്നാമത്തേതാണ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ. പബ്ലിക് എന്റർപ്രൈസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ഉണ്ട്, പബ്ലിക് കോർപ്പറേഷൻ ഉണ്ട്, ഗവൺമെന്റ് കമ്പനി ഉണ്ട്. എല്ലാം ഏകദേശം ഒരേപോലെ വരും, പക്ഷെ 3 ഡിഫറെന്റ് തന്നെയാണ്. പബ്ലിക് എന്റർപ്രൈസിനെ നമ്മൾ 3 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ നമുക്ക് നോക്കാം, ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ എന്താന്നുള്ളത് നോക്കാം. അതായത് ഡിപ്പാർട്ട്മെന്റൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് ഫോം ഓഫ് പബ്ലിക് എന്റർപ്രൈസ്. ഏറ്റവും ക്ലാസിക്കൽ ഫോം ഓഫ് പബ്ലിക് എന്റർപ്രൈസ് ആണ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ. അപ്പൊ ഇതില് under this form of organization, business activities are conducted under the overall control of one of the department of the government. ഇവിടെ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുമോ? ഡിപ്പാർട്ട്മെന്റ് അതിന് പ്രത്യേകമായിട്ടുള്ള മിനിസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ മിനിസ്റ്റർ ആണ് ആ പറയുന്ന പെർട്ടിക്കുലർ എന്താ പറയാ പബ്ലിക് എന്റർപ്രൈസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മളെ കേരള ഗവൺമെന്റിന്റെ അണ്ടറില് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയുടെ കൺട്രോളിൽ വരുന്ന അങ്ങനെ വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ. KSRTC ഒക്കെ അതിൽപ്പെടുമോ? അതെ, KSRTC അല്ലെ, നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ മിനിസ്ട്രിന്റെ അണ്ടറിൽ വരുന്ന KSRTC വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ KSEB അല്ലെ, KSEB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നമ്മളെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരും. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മിനിസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്, മന്ത്രിയുണ്ട്, മിനിസ്റ്റർ അണ്ടറിൽ കുറച്ച് വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ അവരാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷന്റെ മീനിങ് മനസ്സിലായോ? മൊത്തത്തിലുള്ള സ്റ്റേറ്റ് മൊത്തത്തിലല്ല കൺട്രോൾ ചെയ്യുക. സ്റ്റേറ്റിലുള്ള മിനിസ്ട്രിയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷനിൽ വരുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഈ ഒരു സൂം മീറ്റിങ്ങിന് എപ്പോഴാണോ കട്ടാവുന്നത്, കാരണം ഇപ്പം തന്നെ 1:30 ആവാറായി. അപ്പൊ ബാക്കി നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്, നാളെ എടുക്കാം കേട്ടോ. ഇത് കട്ടായാലും പിന്നെ നിങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്യണമെന്നില്ല. അപ്പൊ അടുത്ത ക്ലാസ് എപ്പോഴാണ്? നാളെ ഉണ്ടാവും, നാളെ രാവിലെ ഉണ്ട്. നാളെ രാവിലെ നമുക്ക് ബാക്കി എടുക്കാം. അപ്പൊ കട്ടാവുന്നത് വരെ നമുക്ക് പറയാം. അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷനിൽ ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ എന്താന്ന് മനസ്സിലായോ? In other words, when a public enterprise is organized, financed and controlled in much the same way as any other government department, it is known as department form of organization. അതായത് ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞു, KSRTC പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ മന്ത്രി ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ മന്ത്രിയാണ് അല്ലെ, ഗതാഗത മന്ത്രി, അവരെ അണ്ടറിലാണ് ഈ KSRTC വരുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു എന്താ പറയാ എന്റർപ്രൈസ് ഓർഗനൈസേഷനെയാണ് എന്താ പറയാ ഡിപ്പാർട്ട്മെന്റൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഹോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് മൊത്തത്തിലൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ആ ഒരു പെർട്ടിക്കുലർ മിനിസ്റ്റർ ഉണ്ടാവും, ആ മിനിസ്റ്റർ ആണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇത് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല്
അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷന്റെ suitable situation പറയുന്നുണ്ട്. Where the basic purpose of an enterprise is to procure revenue for the government, where the government desire to have firm control over service sector, keeping ഗവൺമെന്റിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന് കൺട്രോൾ കിട്ടുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് എന്തൊരു കൺട്രോൾ കിട്ടും, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ BSNL അങ്ങനെ പറയുന്ന ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, നിങ്ങൾക്ക് KSCB എടുക്കാം. അങ്ങനെ ഇതിൽ പറയാതെ കുറെ എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻ ആണ് നമ്മളെ മിനിസ്ട്രിയിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഈ പെർട്ടിക്കുലർ ബിസിനസ് അല്ലെങ്കിൽ എന്താ പറയുക എസ്റ്റാബ്ലിഷ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. ഓവറോൾ കൺട്രോൾ റെസ്റ്റ് വിത്ത് ദി മിനിസ്റ്റർ. ആ പറയുന്ന എൻ്റെ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷന്റെ കൺട്രോളും ഒരു പെർട്ടിക്കുലർ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. അല്ലാതെ എല്ലാ മിനിസ്റ്റേഴ്സിന്റെ കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവരാണ് ഈ പറയുന്ന എന്റർപ്രൈസിന്റെ മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇവിടെ ഇത് റെയിൽവേ അല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന അല്ലെ, റെയിൽവേ മിനിസ്റ്റർ ഉണ്ട്. ഇത് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെയിൽവേ ബോർഡ്, റെയിൽവേ മിനിസ്റ്റർ ഉണ്ട്. അപ്പൊ റെയിൽവേന്റെ സെൻട്രൽ മിനിസ്റ്ററിന്റെ അണ്ടറിൽ വരുന്ന റെയിൽവേ ബോർഡ് ഉണ്ട്. അവരാണ് റെയിൽവേന്റെ കാര്യങ്ങൾ. പോസ്റ്റൽ ഉണ്ട്, പോസ്റ്റൽ സർവീസ് ഉണ്ട്. ആ പോസ്റ്റൽ സർവീസ് ബോർഡാണ് കൺട്രോൾ ചെയ്യുക. ടെലികമ്മ്യൂണിക്കേഷൻ ബോർഡ് ഉണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ബോർഡ് മിനിസ്റ്റർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്ററിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ. ദെൻ എംപ്ലോയീസ് ആർ ദ സിവിൽ സർവന്റ്. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷനിൽ വരുന്ന എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ KSRTCയിലെ ഡ്രൈവർ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം PSC എഴുതി കിട്ടുന്നവരായിരിക്കും. എല്ലാം പബ്ലിക് സർവീസ് അല്ലെ, PSC പബ്ലിക് സർവീസ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് വരുന്ന അല്ലെ UPSC സെൻട്രൽ ഗവൺമെന്റിലുള്ള ഈ പറയുന്ന സെൻട്രൽ മിനിസ്ട്രിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന റിക്രൂട്ട്മെന്റ് നടത്തുന്ന എക്സാം ഒക്കെ എഴുതിയിട്ട് പാസ്സായവരാണ് അവിടെ എംപ്ലോയീസ് ആയിട്ട് വരുന്നത്. നമ്മൾ കേരള പറയുന്ന ഇലക്ട്രിസിറ്റി ആയാലും KSRTC ആയാലും അവിടെയൊക്കെ പെർമനന്റ് എംപ്ലോയീസ് പെർമനന്റ് സ്റ്റാഫ് ആയിട്ട് വരുന്നത് നമ്മളെ കേരള PSC നടത്തുന്ന എക്സാം എഴുതി കയറുന്നവരാ. അപ്പൊ ഇവിടെ പറയുന്ന എംപ്ലോയീസ് ആർ ദി സിവിൽ സർവന്റ്. എംപ്ലോയീസ് UPSCയോ അല്ലെങ്കിൽ KPSC ഒക്കെ എഴുതി വരുന്ന ആൾക്കാരാണ് അവിടെ എംപ്ലോയീസ് ആയിട്ട് വരുന്നത്. ദെൻ ഫിനാൻസ്ഡ് ത്രൂ ബജറ്റ് അപ്രോപ്രിയേഷൻ. ഇതിൽ ഫണ്ടൊക്കെ മാറ്റി വെക്കുന്നത് ഗവൺമെന്റിന്റെ ബജറ്റിലാണ്. ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മള് ഇന്ത്യൻ റെയിൽവേക്ക് ഇത്ര എമൗണ്ട് മാറ്റി വെക്കുന്നു എന്നൊക്കെ പറയുന്നു. അതേപോലെ നമ്മളെ കേരള ഗവൺമെന്റിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് KSRTCക്ക് ഇത്ര അല്ലെങ്കിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് ഇത്ര എമൗണ്ട് മാറ്റി വെക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ബജറ്റിലേക്ക് കൂടിയാണ് ഫണ്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. അക്കൗണ്ടിങ് കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഓഡിറ്റ് വർക്ക് നടത്തണം, അതെല്ലാം കമ്പൽസറി ആണ്. ദെൻ സോവറിൻ ഇമ്മ്യൂണിറ്റി. സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ഒരു സ്റ്റേറ്റിന്റെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ വേറെ ആരെയും കൈകാര്യത്തിൽ ഉണ്ടാവൂല. ഒരു പെർട്ടിക്കുലർ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന അപ്പൊ ഒരു സോവറിറ്റി എന്ന് പറഞ്ഞ ഒരു പരമാധികാരം ആ ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരം ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുണ്ട്. വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇന്റർഫിയറൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഇതാണ് കട്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. റിമൈനിങ് ടൈം 4:50 4 മിനിറ്റും കൂടി ഉണ്ടാവും. അപ്പോ അതാണ് വരുന്നത്. നമുക്കിനി മെറിറ്റ് നോക്കാം. മാക്സിമം ഡിഗ്രി ഓഫ് ഗവൺമെന്റ് കൺട്രോൾ. ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാവും. കാരണം ഒരു പെർട്ടിക്കുലർ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ എന്റർപ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാവുന്നുണ്ട്. മെറിറ്റ് ആണ് അത്. ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാവുമ്പോൾ തന്നെ മാൽ പ്രാക്ടീസ് ഒന്നും തന്നെ ഉണ്ടാകില്ല. പക്ഷെ നിങ്ങൾ പഠിക്കും ഡ്രോബാക്കിൽ പിന്നെ റെഡ് ടാപ്പിസോ കറക്ഷനോ ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കും. ഗവൺമെന്റ് കാര്യമാണ്, ഗവൺമെന്റിന്റെ കേസ് നിങ്ങൾക്ക് അറിയാം. മെജോറിറ്റി സ്ഥാപനങ്ങളിലോ റെഡ് ടാപ്പിസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ലിമിറ്റഡ് സ്കോപ്പ് ടു മിസ്യൂസ് പബ്ലിക് ഫണ്ട്. കൃത്യമായിട്ട് ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. അക്കൗണ്ടിങ് നടത്തണം, ഓഡിറ്റിംഗ് വർക്ക് കൃത്യമായി നടക്കണം. അതുകൊണ്ട് തന്നെ പബ്ലിക് ഫണ്ട് മിസ്യൂസ് ചെയ്യൂല എന്നാണ് ഇവിടെ പറയുന്നത്. മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. നേരെ എന്താ പറയാ ലിമിറ്റേഷൻ പറയുമ്പോൾ ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാം. ദെൻ ഗവൺമെന്റ് കൺട്രോൾ ഓവർ ഇക്കണോമിക് ആക്ടിവിറ്റി. ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാവും. ഇപ്പൊ പൈസയൊക്കെ ചെലവാക്കുന്നതിന് ഗവൺമെന്റിനെ ഇൻഫോം ചെയ്യണം, മുൻകൂട്ടിയിട്ട് ഇൻഫോം ചെയ്യണം. ഇക്കണോമിക് ഡെവലപ്മെന്റ് വരുന്നുണ്ട്.
പബ്ലിക്കിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കണോമിക് പ്രോഗ്രസ് കാണാൻ വേണ്ടി പറ്റും. റെസ്പോൺസിബിൾ ടു പാർലമെന്റ്. ഇപ്പൊ നമ്മള് സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പാർലമെന്റില് അത് അവതരിപ്പിക്കണം പാർലമെന്റില്. ഇനിയിപ്പോ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേസിലാണെങ്കിൽ അതും അവിടെ നമ്മളെ മീറ്റിംഗ് അവതരിപ്പിക്കുന്ന സമയത്ത് മിനിസ്ട്രിയുടെ ഇടയിൽ അതും പിന്നെന്താ പറയാ അവതരിപ്പിക്കാനുണ്ട്. അപ്പൊ റെസ്പോൺസിബിൾ ടു പാർലമെന്റ്. ഡിപ്പാർട്ട്മെന്റൽ എന്റർപ്രൈസ് ഈസ് റെസ്പോൺസിബിൾ ടു പാർലമെന്റ് ഈവൻ ഫോർ ഇറ്റ്സ് ഫസ്റ്റ് ഡേ ടു ഡേ ഓപ്പറേഷൻ. നമ്മൾ അതിൽ എങ്ങനെ കാര്യങ്ങൾ ഡേ ബൈ ഡേ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ കൃത്യമായിട്ട് അറിയിക്കണം. പാർലമെന്റിൽ ആൾക്കാര് അല്ലെ, പ്രതിപക്ഷത്തുള്ള ആൾക്കാരൊക്കെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ആ ഒരു കമ്പനീനെ പറ്റി ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് ആൻസറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പൊ അതാണ് റെസ്പോൺസിബിൾ ടു പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലിമിറ്റേഷൻ പെട്ടെന്ന് നോക്കാം, പെട്ടെന്ന് കട്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ട് മിനിറ്റേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ മിനിസ്ട്രി ആണെന്ന് പറഞ്ഞു. സോ ദർ ഈസ് ബ്യൂറോക്രസി ആൻഡ് റെഡ് ടാപ്പിസം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ദെൻ സഫർ ഫ്രം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. ഇപ്പൊ നമ്മളൊരു എന്താ ഡെമോക്രാറ്റിക് കൺട്രി ആണ് അല്ലെ. നമ്മൾ സാധാരണ 5 വർഷം കൂടുമ്പോൾ നമ്മളെ മന്ത്രിമാരൊക്കെ മാറി മാറി വരുന്നതാണ്. പക്ഷെ ഈ വർഷം അത് ഉണ്ടായിട്ടില്ല. അപ്പൊ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, പൊളിറ്റിക്സ് നമ്മൾ എന്താ പറയാ ഇപ്പൊ വിൻ ചെയ്ത് വരുന്ന പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഗ്രസ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല, മാറി മാറി വരുന്ന പൊളിറ്റിക്കൽ പാർട്ടി. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആ ഒരു എങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ ബേസിലാണ് നമ്മൾ ആ ഒരു കമ്പനിയുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുക. ദെൻ എക്സസീവ് പാർലമെന്ററി കൺട്രോൾ. ഇപ്പൊ 5 വർഷം ഒരു പാർട്ടി ഭരിച്ചു, 5 വർഷം വേറൊരു പാർട്ടി. അപ്പൊ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ രീതിയിൽ അത് മാറ്റം വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത്, ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല, കണ്ടിന്യൂറ്റി വരുന്നില്ല. മാറി മാറി ആൾക്കാര് മന്ത്രിമാരായിട്ട് വരുമ്പോൾ അവരെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ഈ പറയുന്ന ഇതിലുള്ള എംപ്ലോയീസിന്റെ സ്ട്രക്ചറിലും കാര്യങ്ങളിലും ഒക്കെ മാറ്റം വരുത്തുന്നു. അപ്പൊ അതാണ് സഫർ ഫ്രം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ പാർലമെന്റിന്റെ കൺട്രോൾ കൂടുതലായിരിക്കും. ഇത് ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ കൺട്രോള്, പാർലമെന്റിൽ വരുന്ന കുറെ കാര്യങ്ങൾക്ക് ഡേ ടു ഡേ കാര്യങ്ങൾക്ക് പോലും പാർലമെന്റിൽ ആൻസർ പറയേണ്ടി വരും ഇതിന്റെ ഒഫീഷ്യൽസ്. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ലാക്ക് ഓഫ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. നിങ്ങൾക്കറിയാം മിനിസ്റ്റർ ആണ് ഇതിന്റെ ഏറ്റവും അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്ന മിനിസ്റ്റർ ആണ് അല്ലെ. ഇപ്പൊ മിനിസ്റ്റർമാർക്ക് ഇപ്പൊ മന്ത്രിമാർക്ക് ഇപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ മാനേജ്മെന്റ് സ്കില്ലോ ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. അവരാണ് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ. അപ്പൊ അവരൊരു പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ഉണ്ടാവണമെന്നില്ല. പ്രൊഫഷണലി എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാര് മാനേജേഴ്സ് ആയിട്ട് വരണമെന്നില്ല. അപ്പൊ ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ചിലപ്പോൾ നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാം, ഇൻ ദി കേസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ. ദെൻ കോമ്പറ്റീഷൻ ആൻഡ് പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് മോട്ടീവ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ എടുത്തു നോക്കുക, എത്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പ്രോഫിറ്റിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. മിക്കതും നെഗറ്റീവിൽ എന്താ പറയാ, നെഗറ്റീവ് എന്നല്ല ലോസിൽ പോകുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹാൻഡ്ലൂം കോർപ്പറേഷൻ. കണ്ണൂർ ഹാൻഡ്ലൂം കോർപ്പറേഷന്റെ മെയിൻ ഓഫീസ് ഉണ്ട്. അവിടെയുള്ള എംപ്ലോയീസിന് ഇപ്പൊ ഒരു 3 മാസത്തോളമായിട്ട് റെമ്യൂണറേഷൻ ഇതുവരെ കിട്ടാത്ത ആൾക്കാരുകൾ പോലും ഉണ്ട്. അപ്പൊ അവർക്കൊരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഒന്നല്ല അവരെ എയിം. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെ വർക്ക് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വി ക്യാൻ സീ ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. ദെൻ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. പൈസ, നമ്മൾ ബഡ്ജറ്റിൽ കിട്ടുന്ന പൈസ മാത്രമാണ് ഇവരെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്.